ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എയർലിഫ്റ്റിംഗിന് പണം ചോദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പഴയ ബില്ലുകൾ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടിയെന്ന് കോടതി ആരാഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് കോടതി വിശദീകരണം തേടി. സംസ്ഥാനം ദുരന്ത നിവാരണത്തിന് ശ്രമിക്കുമ്പോഴാണോ പണം ചോദിക്കുന്നതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കേന്ദ്രം സമർപ്പിച്ച 132 കോടിയുടെ ബില്ലിൽ വയനാട് ദുരന്തത്തിന് ചെലവായത് 13 കോടി രൂപ മാത്രമാണ്. ബാക്കി ബില്ലുകൾ 8 വർഷം മുൻപുള്ളത്. പെട്ടെന്ന് ഈ ബില്ലുകളെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് കോടതി ചോദിച്ചു. ആദ്യ ബില്ല് 2006 ദുരന്തത്തിന്റേതാണ്. ഇതെല്ലാം ഇപ്പോഴെങ്ങനെയാണ് പൊന്തിയതെന്നും ഈ സമയത്താണോ എല്ലാ ബില്ലുകളും ഒരുമിച്ച് നൽകുന്നതെന്നും കോടതി ചോദിച്ചു. ഇത്രനാൾ കാത്തിരിക്കാമെങ്കിൽ 6 മാസം കൂടി കാത്തിരുന്നുകൂടെയെന്നും കോടതി ആരാഞ്ഞു. 132 കോടി കേന്ദ്രത്തിലേക്ക് അടയ്ക്കുന്നതിന് പകരം ഇപ്പോൾ പൂർത്തിയാക്കേണ്ട അടിയന്തര ആവശ്യങ്ങൾക്ക് ചെലവിട്ടുകൂടെയെന്നും കോടതി ചോദിച്ചു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എത്ര തുക ചെലവഴിച്ചുവെന്നും ബാക്കി എത്രയുണ്ടെന്നുമുള്ള വിശദമായ കണക്ക് കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രത്തിന് കൊടുത്തെന്ന് സർക്കാർ അറിയിച്ചു. എന്നാൽ കത്ത് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു. പുനരധിവാസത്തിന് പണം ചെലവഴിക്കാൻ ദുരന്ത നിവാരണ മാനദണ്ഡങ്ങളിൽ ഇളവ് പരിഗണിക്കാമെന്ന് കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. കേസ് ജനുവരി 10 വീണ്ടും പരിഗണിക്കും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.